തുണി നേര് കൊറേ നേരായി മാറാ വർക്കിച്ച ഈ ചതി ഈ കുടുംബത്തോട് വേണ്ടിയിരുന്നില്ല. അത് നിങ്ങളോട് നേരത്തെ പറയണതായിരുന്നു. ഹാ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന അമ്മച്ചി പിന്നെ മൈഗ്രെയിൻ അറ്റാക്ക് വന്ന് കിടപ്പിലായതുകൊണ്ട് മരുവളുടെ നഗ്നതാ പ്രദർശനം കാണാണ്ട് വന്നില്ല. ഡോ വർക്കിച്ച താൻ തന്റെ ആളുകളെ കൊണ്ട് ഇറങ്ങാൻ നോക്ക്. ഞങ്ങൾ ഈ ബന്ധം ഒഴിയാം. കേട്ടവനെ എന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഉമ്മൻകോശി, ഈ വീട്ടിലെ മരുവൻ, ഒരേ ഒരു മരുമോൻ. ഇത്ര നാറിയ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഡറോയ്, നീ ആളിനെ എത്ര വാങ്ങിച്ചെന്ന് വെച്ചാൽ തിരിച്ചു കൊടുത്തേ. അയ്യോ ഉമ്മച്ച, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവൾക്ക് ചെറിയൊരു അസുഖമുള്ളൂ, അതിന്റെ. ഇത് ഡോക്ടർ ജോസ്, അദ്ദേഹം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാ. പറയുന്നത് കെട്ട് കഴിഞ്ഞാൽ അല്ലാതെ ശരിയാവുന്ന. അത് ശരിയാ, കെട്ട് കഴിഞ്ഞാ ചിലപ്പോ അവളുടെ കാമഭ്രാന്ത് മാറും. പക്ഷെ ബാക്കിയുള്ള വട്ടി ഇതുപോലെ തന്നെ നിൽക്കും. അതേ വർക്കിച്ചാ, സമയങ്ങളെന്താ തറങ്ങാൻ നോക്ക്. കൈവിട്ടോ വർക്കിച്ച. അലക്സ് അലക്സ് ദയവ് ചെയ്ത് മോളുടെ ജീവിതം തകർക്കരുത്. അപ്പൊ നമ്മുടെ ചെറുക്കന്റെ ജീവിതം തകർന്നോട്ടേന്ന്. എവിടെ വർക്കിച്ച, കാശ് മാത്രം ഉണ്ടായ പോരാ, ഒരല്പം അന്തസ്സും കൂടി വേണം. അതിനെ നല്ല തന്തയ്ക്ക് ജനിക്കണം. അയ്യോ മോനെ മോനെ എന്റെ മോനെ ഇവിടെ മോനെ മോനെ നിന്നെ കാണാൻ വന്നപ്പോ ഇവന്മാരെല്ലാം കൂടെ എന്നെ കൊല്ലാൻ നോക്കിയടാ. ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ അപ്പനാടാ. മേരിക്കുട്ടി ചേട്ടേ, മേരിക്കുട്ടി മേരിക്കുട്ടി ഒളിച്ചു നിക്കല്ലേ. മേരിക്കുട്ടി ഒന്ന് മാറിയേ. മേരിക്കുട്ടി പറ പ്ലീസ്. എന്റെ നിന്റെ മോനാണ് അവനൊന്ന് പറ മേരിക്കുട്ടി. അവന്റെ അപ്പത്തിനാണ് ഞാനൊന്ന് പറ മേരിക്കുട്ടി. ഇത് നമ്മുടെ പഴയ സേവിറച്ചനല്ലയോ? യു ഗോട്ട് ഇറ്റ്? ഏത്? പണ്ട് മേടയിൽ വെച്ച് നമ്മൾ കൈയോട് പിടിച്ച സേവിയർ. ഇയാളും മേരിക്കുട്ടിയും തമ്മിൽ പല പല കുശുകുശുപ്പുകളും നടന്നതായി കേട്ടിട്ടുണ്ട്. തന്നോട് കൂടി ചോദിച്ചിട്ടല്ലോ ഞാൻ ഈ കുടുംബത്തിൽ പെണ്ണെടുത്ത്. അന്നും താനിത് പറഞ്ഞില്ലല്ലോ. അത് എടോ ഉമ്മച്ച, എല്ലായിടത്തെയും പോലെ എന്റെ വീട്ടിലും ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്റെ കൂടെ വന്ന ഇവരൊക്കെ ഇല്ലേ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരാ. പല തന്തയ്ക്ക് പറഞ്ഞവരത്തിനെ കേട്ടിട്ട് ഗതികേടൊന്നേ എന്റെ പോക്കില്ല. ഞങ്ങൾ ഈ ബന്ധം വിടാം. നിങ്ങൾ പോകരുത് പ്ലീസ്. എന്നാ വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ എന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടിയിരിക്കണം. എനിക്കൊന്നും കേൾക്കണ്ടേ. ഇന്നത്തോടെ തീർന്നു ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം. പിന്നെ ഞാനൊരു സത്യക്രിസ്ത്യനായോണ്ട് നിങ്ങളുടെ മോളെ ഞാൻ ഉപേക്ഷിക്കണില്ല. ഇനി ഒരു നിമിഷം കൂടി ഞാനിവിടെ നിന്നാ ചിലപ്പോ ഞാനും നാറും. അങ്കിൾ അങ്കിൾ, ദാ ലിസി ആന്റി. ഞാനില്ലാത്തപ്പോഴാ ഇത് ഞാൻ എന്റെ ഭാര്യ തമ്മിലുള്ള കാര്യം പറയാൻ. ഉമ്മച്ച നിർത്ത്. ലിസി വിട്. കൊണ്ടുവെക്കോ, എനിക്കൊന്നും വേണ്ട ഇനി. ഉമ്മച്ച, കുറച്ചു നേരത്തെ സത്യക്രിസ്ത്യാനിയാണെന്നല്ലേ പറഞ്ഞത്?
നല്ല സമയത്തും ചീത്ത സമയത്തും ക്രിസ്ത്യൻ ദമ്പതികൾ കൂടെ ഉണ്ടാകുമെന്നല്ലേ അന്യോന്യം പറയാറുള്ളത്? കഞ്ചാവ് വലിച്ച് കിളി പോയി നടക്കണം. തന്നെ പോലെയല്ല ഞാൻ. ഞാൻ ചോര നീരുള്ള ഒരാണാ. എനിക്ക് തൊണ്ടാ ഞാനും നോക്കും. വേദന സഹിക്കാൻ കഴിയുന്നവനാണ്, ക്ഷമിക്കാൻ കഴിയുന്നവനാണ്, അല്ലാതെ ഭാര്യയെ ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനും തല്ലുന്നവനല്ല. റോഹ, ശരീരത്തിന് അസുഖം വരുന്നത് പോലെ മനസ്സിനും അസുഖം വരും. അത് ചികിത്സിച്ചാൽ മാറുകയും ചെയ്യും. അസുഖം മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ലിൻഡയുടെ ഹിസ്റ്ററി ഒട്ട് ശരിയല്ല. എന്റെ റോഹ, പ്യൂബർട്ടി ആയാലുടനെ പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ ഇത് പഴയ കാലമൊന്നുമല്ലല്ലോ. അപ്പോ ഈ ഹോർമോൺസ് ഒക്കെ വെറുതെ ഇരിക്കുവോ? അതതിന്റെ പണി ചെയ്യില്ലേ? നീ പഠിച്ച ആളല്ലേ, എന്നിട്ടും എന്തിന് എത്ര സില്ലിയായ കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്? കമോൺ, ഗ്രോ അപ്പ് മാൻ. വർക്കിച്ചാ, എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ആരെയും വിധിക്കരുതെന്നല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത്? മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആരാ? പാപം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവര് കല്ലെറിയട്ടെ.